ആലപ്പുഴയിലെ ചിക്കൻ നിരോധനത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാണ് കത്ത്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നിഷേധാത്മക നിലപാടാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യാത്രക്കാരും ജോലിക്കാരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ മറക്കരുതെന്ന ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. SK എന്തായാലും ഇന്നലെ കളക്ടറെ കണ്ട് KHR ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഫ്രോസൺ ചിക്കനെങ്കിലും വിൽക്കാനും ഉപയോഗിക്കാനും അനുമതി നൽകണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അത് അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് കളക്ടർ ഇന്നലെ അവരോടും സംസാരിച്ചത്. അതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കത്ത് ഇന്ന് KHR മുഖ്യമന്ത്രിക്കും ഒപ്പം വ്യവസായ മന്ത്രി P. രാജീവിനും അയച്ചിരിക്കുന്നത്. അതിനു പുറമെ മന്ത്രി സജി ചെറിയാനെ ഇന്ന് ഈ ഭാരവാഹികൾ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവരുടെ ആശങ്കകളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഹോട്ടൽ ഉടമകൾക്കെതിരെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളും പ്രവണതകളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഈ കത്ത് കൊടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കളക്ടറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ ചർച്ചയാവുന്നത്. അത് പോസ്റ്റ് ഒരു പരിഹാസ പോസ്റ്റായി കൂടിയാണ് ഹോട്ടൽ ഉടമകൾ അതിനെ കാണുന്നത്. അതിൽ മറക്കല്ലേ എന്നുള്ളത് ഒരു ഇൻവെർട്ടഡ് കോമയിൽ വലിയ അക്ഷരത്തിലാണ് ചേർത്തിരിക്കുന്നത്. ഈ ഹോട്ടൽ ഉടമകൾ കളക്ടർക്കെതിരെ അടക്കം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അല്ലെങ്കിൽ കത്തിൽ അങ്ങനെ ഒരു പരാമർശമുള്ള സാഹചര്യത്തിൽ ആ പോസ്റ്റിനെ ഒരു പരിഹാസ രൂപേണ കൂടി അവർ കാണുന്നുണ്ട്. അതിലെ എതിർപ്പ് കളക്ടറെ അറിയിക്കും എന്നാണ് ഹോട്ടൽ ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ആ പോസ്റ്റ് അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് കടകൾ രാവിലെ പുറത്തുനിന്ന് വന്ന് ആലപ്പുഴയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. എന്തായാലും ഇന്ന് പ്രതിഷേധ യോഗമൊക്കെ ഉച്ചയോടുകൂടി ഹോട്ടൽ ഉടമകൾ ചേരുന്നുമുണ്ട്. നാളെ കൂടി ഈ ചിക്കൻ നിരോധനം തുടരും. അതിനുശേഷം നാളെ കഴിഞ്ഞ് ചേരുന്ന അവലോകന യോഗത്തിൽ ഈ നിരോധനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനവും എടുക്കും.